സുവിശേഷത്തിൻ ദീപ്തവെളിച്ചം മഹോന്നതമാം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന. നിനക്കെന്തു നൽകുവാനാകും എനിക്കെന്റെ നാഥാ? ഗോൽഗോഥാ വഴിയിൽ നീ തളർന്നിടുമ്പോ കൈപ്പുനീർ മാത്രം കഥനപ്പേരും വഴിയിൽ ഒരു സ്നേഹചുംബനം പോലും തന്നില്ലല്ലോ ഞാൻ. നിനക്കെന്തു നൽകുവാനാകും എനിക്കെന്റെ നാഥാ? ഗോൽഗോഥാ വഴിയിൽ നീ തളർന്നിടുമ്പോ
എനിക്കെന്റെ നാഥാ ഗോൽഗോഥാ വഴിയിൽ നീ തളർന്നിടുമ്പോൾ ദിനം യാചിപ്പൂ ഞാൻ തിരുമുമ്പിൽ കനൽ മേഘദീപ്തിയിൽ ഏറുന്ന പാപച്ചൂടിൽ ഈ ദിനം യാചിപ്പൂ ഞാൻ തിരുമുമ്പിൽ കനൽ ദീപജാലകം ഓർക്കുന്നു ഞാൻ നിരമാറി നടന്നൊരു നാളുകൾ തുടിക്കുന്നു തടം നിറയുന്നു കണ്ണുകൾ ധന്യമായി നാഥാ ഈ ജന്മം നിനക്കെന്തു നൽകുവാനാകും എനിക്കെന്റെ നാഥാ ഗോൽഗോഥാ വഴിയിൽ നീ തളർന്നിടുമ്പോൾ കൈപ്പുനീർ മാത്രം കഥനപ്പേരും വഴിയിൽ ഒരു ചുംബനം പോലും തന്നില്ലല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെ തിരുവചനങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനേ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവായ ദൈവമേ, വചനം തന്നെയായ ഈശോയെ, തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളിലേക്ക് കടന്നു വരണമേ. തിരുവചനത്തിൻ്റെ ശാന്തിയും സൗഖ്യവും സമാധാനവും വിടുതലും രക്ഷയും ദൗത്യബോധവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യപരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. മിശിഹായിൽ പ്രിയമുള്ളവരെ, പത്രോസാകുന്ന പാറമേൽ ഈശോ തൻ്റെ സഭ സ്ഥാപിക്കുകയാണ്. ഇവിടെ സഭകൾ എന്നല്ല ഈശോ പറയുന്നത്, എൻ്റെ പള്ളികൾ പണിയുമെന്നല്ല പറയുന്നത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, എൻ്റെ പള്ളി പണിയും. അപ്പോൾ ഒരു സഭയാണുള്ളത്,
പത്രോസാകുന്ന പാറമേൽ സ്ഥാപിച്ച യേശുവിൻ്റെ സഭ. ഈ സഭയ്ക്ക് 4 അടിത്തൂണുകളാണുള്ളത്. ഒന്ന് വിശുദ്ധ വചനം, 2 വിശുദ്ധ പാരമ്പര്യം, 3 വിശുദ്ധ കൂദാശകൾ, 4 വിശുദ്ധ നേതൃത്വം. ഈ 4 തൂണുകളിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്, നിലനിൽക്കുന്നത്. ഇവയിൽ നമുക്ക് വിശുദ്ധ കൂദാശകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകളാണ് വിശുദ്ധ കൂദാശകൾ. ആ 7 കൂദാശകളിലൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മനുഷ്യമക്കളിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. നമുക്കറിയാം, മനുഷ്യൻ ആത്മാവും ശരീരവും ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ശരീരവും ആത്മാവും ഒരുപോലെ ബാലൻസ് ചെയ്ത് വളരുമ്പോഴാണ് അവൻ സമഗ്ര മനുഷ്യൻ എന്ന് നമുക്ക് പറയാൻ കഴിയുക. മനുഷ്യൻ്റെ ശരീരത്തിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അവൻ്റെ ആത്മാവിനും അതേ ആവശ്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിന് 7 ആവശ്യങ്ങൾ, അവൻ്റെ ആത്മാവിനും 7 ആവശ്യങ്ങൾ. അപ്പോൾ ആത്മീയമായി ഈ 7 ആവശ്യങ്ങളാണ് 7 വിശുദ്ധ കൂദാശകൾ. അപ്പോൾ വിശുദ്ധ കൂദാശകളെ നമുക്കാർക്കും നിഷേധിക്കാനായിട്ട് സാധിക്കുകയില്ല. അവൻ്റെ ആത്മീയ വളർച്ച വിശുദ്ധ കൂദാശകളിലൂടെയാണ്. നമുക്കറിയാം, ശരീരത്തിന് 7 ആവശ്യങ്ങൾ. ശരീരത്തിൻ്റെ ഒന്നാമത്തെ ആവശ്യം നമ്മൾ ശാരീരികമായിട്ട് ജനിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നമ്മുടെ ആത്മാവിന് ഒരാവശ്യമുണ്ട്, നമ്മൾ ആത്മീയമായിട്ട് ജനിക്കണം. ഈ ആത്മീയ ജനനത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ മാമോദീസ എന്ന കൂദാശ. ശരീരത്തിൻ്റെ രണ്ടാമത്തെ ആവശ്യം, ശരീരം ജനിച്ചാൽ മാത്രം പോരാ, അത് വളർന്ന് ദൃഢത പ്രാപിക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനും ഈ ഒരു ആവശ്യമുണ്ട്. ആത്മാവ് വളർന്ന് ദൃഢത പ്രാപിക്കണം, പക്വതയുള്ളതാകണം. ഈ ആത്മീയ വളർച്ചയുടെ കൂദാശയാണ് വിശുദ്ധ സ്ഥൈര്യലേപനമെന്ന കൂദാശ. ശരീരത്തിൻ്റെ മൂന്നാമത്തെ ആവശ്യമാണ്, ശരീരം വളരണമെങ്കിൽ ശരീരത്തിലേക്ക് എന്ത് ചെല്ലണം? ഭക്ഷണം ചെല്ലണം. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മാവ് വളരണമെങ്കിൽ ആത്മീയ ഭക്ഷണം ചെല്ലണം. ഈ ആത്മീയ ഭക്ഷണത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശ. വീണ്ടും ശരീരത്തിൻ്റെ അടുത്ത ആവശ്യമുണ്ട്. എത്ര നമ്മൾ ഭക്ഷണം കഴിച്ചാലും, എത്ര സമീകൃത ആഹാരം കഴിച്ചാലും ശരീരത്തിനിടയ്ക്ക് രോഗങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു, രോഗവിവരം ശരിയായിട്ട് പറയുന്നു, മരുന്ന് സ്വീകരിക്കുന്നു, അങ്ങനെ ശാരീരികമായ സൗഖ്യം നേടുന്നു. ഇതുപോലെ തന്നെ ആത്മാവിനും ചില രോഗങ്ങൾ പിടിപെടാം. ഈ ആത്മീയ രോഗത്തിൻ്റെ പേരാണ് പാപം എന്നത്. അപ്പോൾ നമ്മളിതാ ആത്മീയ വൈദ്യൻ്റെ അടുത്തേക്ക് പോകണം. വിശുദ്ധ കുമ്പസാരക്കൂട്ടിൽ ഈ ആത്മാവിൻ്റെ അവസ്ഥ നമ്മൾ വ്യക്തമായി പറഞ്ഞ് ഈ ആത്മീയ ഔഷധം നമുക്ക് നൽകപ്പെടുകയാണ്. ഈ ആത്മീയ ഔഷധത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുമ്പസാരമെന്ന കൂദാശ. ശരീരത്തിൻ്റെ അഞ്ചാമത്തെ ആവശ്യമാണ്, നമ്മളങ്ങനെ വളർന്ന് പക്വത പ്രാപിച്ചു കഴിയുമ്പോൾ ഒരാവശ്യമുണ്ട്, സ്നേഹിക്കാനും സ്നേഹം വാങ്ങാനുമുള്ള ഒരാവശ്യം, സ്നേഹം കൊടുക്കാനും വാങ്ങാനുമുള്ള ദാഹം.
അപ്പോൾ ആത്മീയമായിട്ട് അതിന് ഒരു യുവാവിനെ, യുവതിയെ പക്വതപ്പെടുത്തുന്ന കൂദാശയാണ് വിശുദ്ധ വിവാഹമെന്ന കൂദാശ. വീണ്ടും നമുക്കറിയാം, ഒരു കുടുംബമായാൽ അവിടെ ഒരു നാഥൻ വേണം, ഒരു സമൂഹമായാൽ ഒരു നേതാവ് വേണം. ഇതുപോലെ ഒരു ആത്മീയ നേതൃത്വം ആവശ്യമാണ്. ഈ ആത്മീയ നേതൃത്വത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ തിരുപ്പട്ടം എന്ന കൂദാശ. ഒടുവിൽ ശരീരത്തിന് നമുക്കറിയാം, ശരീരം മരിക്കും. ഈ മരണകരമായ സാഹചര്യത്തിൽ ആത്മീയമായിട്ട് ആ മരണത്തെ നേരിടാൻ ഉള്ള കൂദാശയാണ് രോഗീലേപനം എന്ന വിശുദ്ധ കൂദാശ. അപ്പോൾ നോക്കുക പ്രിയമുള്ളവരെ, ശരീരത്തിന് 7 ആവശ്യങ്ങൾ, ആത്മാവിനും 7 ആവശ്യങ്ങൾ. ഈ ആത്മാവിൻ്റെ 7 ആവശ്യങ്ങളാണ് വിശുദ്ധ 7 കൂദാശകൾ. കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന കർമ്മമെന്നാണ്. അതിൻ്റെ നിർവചനം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ അദൃശ്യമായ വരപ്രസാദത്തെ നമുക്ക് നൽകുന്ന ഈശോ മിശിഹ സ്ഥാപിച്ച ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിർവചനത്തിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ അദൃശ്യമായ വരപ്രസാദം. കാരണം ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അതിന് അദൃശ്യമായ പ്രസാദവരം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ചെയ്യാവുന്ന ദൃശ്യമായ അടയാളങ്ങളിലൂടെയാണ് എനിക്ക് ഈ അദൃശ്യമായ പ്രസാദവരം കിട്ടിയെന്ന് ഉറപ്പാകുന്നത്. അതുകൊണ്ട് ദൃശ്യമായ അടയാളങ്ങൾ വീണ്ടും യേശു മിശിഹ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഒരു സംഗതി കൂദാശയായി മാറുകയുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഏതൊന്നിൽ ഒന്നിച്ചു ചേരുന്നുവോ അത് ഒരു വിശുദ്ധ കൂദാശയായി മാറും. അപ്പം അങ്ങനെ 7 വിശുദ്ധ കൂദാശകൾ, 8ാമതൊന്നില്ല, 7ൽ1 കുറവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആരും അന്ധമായിട്ട് കൂദാശകളിലൊന്നും വിശ്വസിക്കേണ്ട. നമുക്ക് ബോധ്യം വന്നിട്ട് ഈ 3 കാര്യങ്ങൾ ഈ കൂദാശകളിലുണ്ടോ ബോധ്യം വന്നിട്ട് നീ വിശ്വസിച്ചാൽ മതി. നമുക്ക് 1ാമത്തെ കൂദാശ മാമോദീസ എടുക്കാം. എന്താണ് മാമോദീസായുടെ അദൃശ്യമായ വരപ്രസാദം? ദൈവത്തിൻ്റെ മകനായി മകളായി നീ ജനിക്കുന്നുവെന്നുള്ളതാണ് അതിൻ്റെ അദൃശ്യമായ വരപ്രസാദം. ദൃശ്യമായ അടയാളം എന്താണ്? ശിരസിൽ 3 പ്രാവശ്യം വിശുദ്ധ ജലം ഒഴിച്ച് കൊണ്ടുള്ള ആ പ്രാർത്ഥനയാണ് ദൃശ്യമായ അടയാളം. ഇത് യേശു മിശിഹ സ്ഥാപിക്കണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19 മുതൽ 20 വരെ തിരുവാക്യങ്ങൾ. നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുകയും ചെയ്യുവിൻ. യേശു ക്രിസ്തു തൻ്റെ വചനത്താൽ അത് സ്ഥാപിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാൻ മാമോദീസ എന്ന കൂദാശയിൽ വിശ്വസിക്കുന്നത്. വീണ്ടും സ്ഥൈര്യലേപനമെന്ന വിശുദ്ധ കൂദാശ. എന്താണ് അതിൻ്റെ അദൃശ്യമായ വരപ്രസാദം? പരിശുദ്ധാത്മാവിൽ ഞാൻ സ്ഥൈര്യപ്പെടുന്നു, പരിശുദ്ധാത്മാവിൽ ഞാൻ ദൃഢതപ്പെടും, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് ഞാൻ നിറയുന്നു. അതിൻ്റെ ദൃശ്യമായ അടയാളം എന്താണ്? തൈലം നെറ്റിയിൽ പൂശിയുള്ള ആ പ്രാർത്ഥന, കൈവയ്പ് പ്രാർത്ഥനയാണ് ദൃശ്യമായ അടയാളം. അതിന് വചനത്തിൽ അടിസ്ഥാനം വേണം. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 14 മുതൽ 17 വരെ തിരുവാക്യങ്ങൾ. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറൂസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു.
അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെ മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിന് അടിസ്ഥാനം ഉണ്ട്. ഇതാ വീണ്ടും വിശുദ്ധ കുർബാന എന്ന കൂദാശ. എന്താണ് വിശുദ്ധ കുർബാനയുടെ അദൃശ്യമായ വരപ്രസാദം? 2000 വർഷം മുമ്പ് കാൽവരിയിൽ കർത്താവ് അർപ്പിച്ച ബലിയുടെ ദിവ്യരക്ഷ ഇന്ന് ഈ അൾത്താര ബലിയിലൂടെ ഞാൻ എൻ്റെ സ്വന്തമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അദൃശ്യമായ വരപ്രസാദം. ദൃശ്യമായ അടയാളം അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിലാണ് ഈ രക്ഷ, ഈ കൂദാശ നമ്മൾ പരികർമ്മം ചെയ്യുന്നു. ഇത് യേശു സ്ഥാപിക്കണം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19 മുതൽ 20 വരെ തിരുവാക്യങ്ങൾ. ഒടുവിലെത്തിയ അത്താഴവേളയിൽ അവിടുന്ന് അപ്പമെടുത്ത് ആശീർവദിച്ച് ഇതെൻ്റെ ശരീരമാണ്, അവിടുന്ന് പാനപാത്രമെടുത്ത് ഇതെൻ്റെ രക്തമാണ്, വാങ്ങി കുടിക്കുവിൻ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശുദ്ധ കുർബാന എന്ന കൂദാശ കർത്താവ് നമുക്ക് സ്ഥാപിച്ചു നൽകി. ഇതാ വീണ്ടും വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ, അദൃശ്യമായ വരപ്രസാദമെന്ത്? എൻ്റെ പാപങ്ങൾ, ഞാൻ ഏറ്റുപറഞ്ഞ പാപങ്ങൾ എൻ്റെ കർത്താവിനോട് ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, മറക്കുന്നു. ദൃശ്യമായ അടയാളം എന്താണ്? ആ വിശുദ്ധ കുംഭസാരക്കൂട്ടിൽ എൻ്റെ ആ ഏറ്റുപറച്ചിൽ വൈദികൻ്റെ പാപമോചന പ്രാർത്ഥന യേശുക്രിസ്തു സ്ഥാപിക്കണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം തിരുവാക്യം, നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. യേശുക്രിസ്തു തൻ്റെ പാപമോചന അധികാരം തൻ്റെ ശിഷ്യർക്ക് കൈമാറുകയാണ്. ഇതാ വിവാഹമെന്ന കൂദാശ, അദൃശ്യമായ വരപ്രസാദം എന്താണ്? യേശു മണവാളൻ, സഭ മണവാട്ടി. യേശുവെന്ന മണവാളനും സഭയെന്ന മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിലേക്ക്, ഐക്യത്തിലേക്ക്, ഉടമ്പടിയിലേക്ക് ഒരു വരനും വധുവും ഉയർത്തപ്പെടുകയാണ്, ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദൃശ്യമായ അടയാളം എന്താണ്? അവരുടെ മനസ്സുകൊണ്ടുള്ള ആ മനസ്സിൻ്റെ സമ്മതം അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നതാണ് ഏറ്റവും ദൃശ്യമായ അടയാളം. ഈശോ സ്ഥാപിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 6 മുതൽ 9 വരെ തിരുവാക്യങ്ങൾ. ആദിയിൽ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. വചനത്താൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതാ തിരുപ്പട്ടം എന്ന കൂദാശ, അദൃശ്യമായ വരപ്രസാദമെന്ത്? യേശുക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യത്തിൽ പാപിയും ബലഹീനനും അയോഗ്യനുമായ ഒരുവനെ ഈശോ ഉയർത്തുന്നു എന്നുള്ളതാണ് ദൃശ്യമായ അടയാളം. മെത്രാൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയാണ് ദൃശ്യമായ അടയാളം. ഈശോ സ്ഥാപിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെ തിരുവാക്യങ്ങൾ. അവൻ പ്രഭാതത്തിൽ തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു, തന്നോടുകൂടി ആയിരിക്കാൻ, പ്രസംഗിക്കാൻ, അയക്കപ്പെടാൻ, രോഗികളെ സൗഖ്യപ്പെടുത്താൻ അവൻ അവരെ തെരഞ്ഞെടുത്തു. ഇന്നും ആ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഒടുവിൽ രോഗീലേപനം എന്ന വിശുദ്ധ കൂദാശ, അദൃശ്യമായ പ്രസാദവരം, മരണകരമായ സാഹചര്യത്തിൽ ആ മരണത്തെ ആത്മീയമായി അതിജീവിക്കാൻ
ഉള്ള കരുത്ത് ആ വ്യക്തിക്ക് ലഭിക്കുകയാണ്. ദൃശ്യമായ അടയാളം തൈലം കൊണ്ട് ആ വ്യക്തിയുടെ അവയവങ്ങളിൽ തൈലം പൂശിയുള്ള പ്രാർത്ഥന, ദൃശ്യമായ അടയാളം. വചനത്തിൽ അതിന് അടിസ്ഥാനം വേണം. നമുക്കറിയാം, ഈശോ തന്നെ നിരവധി രോഗികളെ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. രോഗീലേപനം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കൂദാശയെന്നല്ല. ഒന്നുകിൽ ആ വ്യക്തി സൗഖ്യത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ മരണത്തെ രക്ഷാകരമായി സ്വീകരിക്കാനുള്ള ശക്തി കിട്ടുന്നു. യാക്കോബിൻ്റെ ലേഖനം 5:14, നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവൻ തൈലം പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. നോക്കുക പ്രിയമുള്ളവരെ, ഈ 7 കൂദാശകൾ, ഈ അദൃശ്യമായതിൻ്റെ വരപ്രസാദം, ദൃശ്യമായ അടയാളം യേശു മിശിഹ തൻ്റെ വചനത്താൽ അത് സ്ഥാപിച്ചു നൽകുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കൂദാശകളിൽ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധമായ കൂദാശകൾ കൂടാതെ ഇനി ഒരു വിശ്വാസിക്ക് ജീവിക്കാനാവുകയില്ല. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, വിശുദ്ധമായത് വിശുദ്ധിയോടെ അനുഷ്ഠിച്ചാൽ നീ വിശുദ്ധനായിത്തീരും. അതൊന്ന് മറിച്ചിട്ട് നോക്കിക്കേ. വിശുദ്ധമായത് അശുദ്ധിയോടെ അനുഷ്ഠിച്ചാൽ വിശുദ്ധിക്ക് പകരം അശുദ്ധി കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശുദ്ധമായ കൂദാശകളിൽ വിശ്വസിക്കുക. വിശ്വാസത്തോടെ ആ വിശുദ്ധ കൂദാശകൾ നമ്മൾ സ്വീകരിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവായ ദൈവമേ, അവിടുന്ന് നൽകിയ വിശുദ്ധ കൂദാശകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ കൂദാശകളിൽ കൂദാശയില്ലാതെ എനിക്കിനി ജീവിക്കാനാവുകയില്ല. എൻ്റെ ആത്മാവിൻ്റെ 7 ആവശ്യങ്ങളാണ് ആ വിശുദ്ധ കൂദാശകൾ. ഒരുപക്ഷെ ഇന്ന് വരെ പലപ്പോഴും വേണ്ടത്ര വിശ്വാസത്തോടെ, നിയോഗശുദ്ധിയോടെ എനിക്ക് ഈ കൂദാശകൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വിശുദ്ധ കൂദാശകൾക്കെതിരെ എന്നിൽ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും കർത്താവേ, ഞങ്ങളിൽ വന്നുപോയ തെറ്റുകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ കൂദാശകൾ വിശുദ്ധിയോടെ സ്വീകരിച്ച് വിശുദ്ധരായിത്തീരാൻ, വിശുദ്ധിയിലേക്ക് വരുവാൻ നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന